നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ബാന ഹിൽസിലേക്കാണ് കേട്ടോ. ബാന ഹിൽസ് എന്ന് പറഞ്ഞാൽ വിയറ്റ്നാമിലെ ഡാനാങ്ങിലുള്ള ഒരു സ്ഥലമാണ് ബാന ഹിൽസ്. നല്ലൊരു ഹിൽ സ്റ്റേഷൻ പോലെ കുറച്ച് ഉയർന്ന ഒരു മലയുടെ മോളാണ്. കേബിൾ കാറിലാണ് നമ്മളതിൻ്റെ 1-2 ലെവലിലേക്കൊക്കെ എത്തുന്നത്. ഇതൊരു ഫുൾ 1 ഡേ ട്രിപ്പായിട്ട് ബുക്ക് ചെയ്തതായിരുന്നു. ഇത് നമ്മൾ ഫസ്റ്റ് ബസ്സിൽ വന്നിട്ട് ഈ ബാന ഹിൽസിൽ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ നിർത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ടിക്കറ്റിംഗ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് റെഡീം ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് കേബിൾ കാറിൻ്റെ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ സൺ വേൾഡ് എന്ന് പറഞ്ഞൊരു തീം പാർക്കും കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഗോൾഡൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ 2 കൈ താങ്ങുന്ന, വിയറ്റ്നാമിൻ്റെ എല്ലാ ചിത്രങ്ങളിലും കാണില്ലേ, ഒരു വളഞ്ഞിട്ടുള്ള ഒരു കേർഡായിട്ടുള്ള ഒരു ബ്രിഡ്ജിന് 2 കൈകൾ ഇങ്ങനെ താങ്ങുന്നത്, ആ ബ്രിഡ്ജ് ഉണ്ട് ഇതിൽ. ഈ ബാന ഹിൽസിൽ നമുക്ക് കാണാനുള്ള കാര്യങ്ങളാണ് ഈ ഗോൾഡൻ ബ്രിഡ്ജ്. പിന്നെ നല്ല 1-2 ഗാർഡൻസ് ഉണ്ട്. പിന്നെ ഒരു ബുദ്ധൻ്റെയൊക്കെ പ്രതിമയുള്ള ഒരു സ്പിരിച്വൽ ഗാർഡൻ ഉണ്ട്. പിന്നെ ഒരു വൈൻ സെല്ലാർ ഷോപ്പ് ഉണ്ട്. അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. പിന്നെ കുറേ സ്നാക്ക് ഷോപ്പുകളൊക്കെ നമുക്ക് ഈ പോണ വഴി കാണാം. ഫസ്റ്റ് കേബിൾ കാർ സ്റ്റേഷനിലേക്ക് പോണ വഴി. പക്ഷേ എല്ലാതും ഭയങ്കര കോസ്റ്റ്ലിയാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതിൻ്റെ റേറ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 3 പ്രാവശ്യമെങ്കിലും ഇരട്ടിയാണ് കേട്ടോ. ഒരു 3 ടൈംസെങ്കിലും കൊടുത്താലേ നമുക്കത് വാങ്ങിക്കാൻ കഴിയുള്ളൂ. അത്രയും റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് സ്നാക്സൊക്കെ അത്യാവശ്യത്തിനുള്ള കയ്യിൽ കരുതുന്നതാണ് നല്ലത്. വാട്ടർ ബോട്ടിലും സ്നാക്സും ഒക്കെ കയ്യിൽ കരുതാം. പിന്നെ പല നട്ട്സും കുറേ സാധനങ്ങളൊക്കെ അവർ ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ്. പിന്നെ കുറച്ച് സ്നാക്ക് ഷോപ്പുകളും കുറച്ച് സൊവനീർ ഷോപ്പുകൾ, ചെറിയ ഭംഗിയുള്ള അവരുടെ ബാന ഹിൽസ് എന്ന് എഴുതിയതും സൺ വേൾഡ് എന്ന് എഴുതിയതൊക്കെ കേട്ടോ. അങ്ങനെ കുറേ ചെറിയ കീ ചെയിനുകൾ, ഹാറ്റുകൾ അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ റൂഫ് ഒരു പ്രത്യേക തരത്തിലായിരുന്നു. നല്ല ഭംഗിയുള്ളത് കണ്ട, കുറേ ബിൽഡിങ്സിൻ്റെ ഇങ്ങനെ കൊത്തിവെച്ച പോലത്തെ ഒരു റൂഫായിരുന്നു. പിന്നെ കുറേ ലാൻഡേൺസ് ഉള്ള ഏരിയ കേട്ടോ. ഈ ഏരിയയിൽ തന്നെ എത്തിയപ്പോൾ അതിൻ്റെ റൂഫ് കണ്ടില്ലേ, കുറേ ഇവരുടെ തോണികളും ആ ലാൻഡേൺസും ഹൊയ്യാനിൽ കാണാറില്ലേ, ആ ലാൻഡേൺസ് നമ്മൾ വെള്ളത്തിൽ ഒഴുക്കി വിടുന്ന ലാൻഡേൺസും തോണികളും ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ശരിക്കും 3D ആയിട്ട് ഇങ്ങനെ അവിടെ ആണിയിൽ ഫിക്സ് ചെയ്തേക്കാണ്, അല്ലാതെ പെയിൻറ്റിങ് അല്ല. ഒറിജിനലായിട്ടുള്ള തോണികൾ അവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെ നല്ല ഭംഗിയുള്ള വഴികളിലൊക്കെ നടന്നു കഴിയുമ്പോൾ നമ്മൾ അവസാനം ഈ ഫസ്റ്റ് കേബിൾ കാർ സ്റ്റേഷൻ എത്തും. കേബിൾ കാർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ സ്റ്റോപ്പിൽ അവിടെ ഇങ്ങനെ എത്തുമ്പോൾ നമ്മൾ ചാടി കയറണം. അങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മൾ ആ ബാന ഹിൽസിൻ്റെ ലെവൽ 1ലേക്കുള്ള ഫസ്റ്റ് കേബിൾ കാറാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയാണ്. താഴെ ഫുള്ള് പച്ച നിറത്തിലുള്ള ബാന ഹിൽസ് കാണാം. അതിൻ്റെ താഴെ കൂടി നടക്കുന്ന റിവറും ബാക്കി കേബിൾ കാറുകളൊക്കെ കാണാം കേട്ടോ. ഈ ബാന ഹിൽസ് എന്ന് പേര് വരാൻ കാരണം അവിടെ പണ്ട് ഫുള്ള് ബനാനകളായിരുന്നു അത്ര. ബനാനയിൽ നിന്നാണ് ഈ ബാന എന്നുള്ള പേര് വന്നത്. ആ മല ഫുള്ള് ബനാനയുടെ കൃഷിയായിരുന്നു, വാഴത്തോട്ടങ്ങളായിരുന്നു. അങ്ങനെയാണ് ഇതിന് ഈ പേര് വന്നത്, ബാന ഹിൽസ് എന്നുള്ള പേര് വന്നത്. അങ്ങനെ കേബിൾ കാറിൽ കൂടി ഒരു 15 മിനിറ്റോളം നമ്മളിങ്ങനെ പോകും. നല്ല രസമാണ് കേട്ടോ. നല്ല വ്യൂ ഒക്കെ കണ്ട് നല്ല രസമായിട്ട് പോവാം. അങ്ങനെ പോയി കഴിയുമ്പോഴാണ് നമ്മൾ ലെവൽ 1ലെത്തും. ആ ഫസ്റ്റ് ലെവൽ 1ലാണ് ഗോൾഡൻ ബ്രിഡ്ജ് ഉള്ളത്. താഴേക്ക് നോക്കുമ്പോൾ കണ്ട നല്ല പച്ച നിരപ്പായിട്ടുള്ള നല്ല മലനിരക്കുകൾ കാണാം. ഫുള്ള് പച്ച മരങ്ങളും. ഈ ബാന ഹിൽസിൻ്റെ ഏരിയയിലൊക്കെ അത്യാവശ്യം തണുപ്പുണ്ട്, വലിയ ചൂടില്ല. കുറേ ഭംഗിയുള്ള പാറക്കെട്ടുകളൊക്കെ കാണാം കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ കേബിൾ കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോണതൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. നല്ല ഫുള്ള് പ്രകൃതി ഭംഗിയൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടുള്ളൊരു റൈഡാണ് കേട്ടോ അത്. നല്ല കാറ്റുമൊക്കെ തണുപ്പൊക്കെ വരുന്നുണ്ടായിരുന്നു. മുകളിൽ വെൻറ്റിലേഷനൊക്കെ ഉള്ള കേബിൾ കാറായിരുന്നു. നല്ല കേബിൾ കാറായിരുന്നു. നല്ല ഫെസിലിറ്റിയും ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ സൈഡിൽ ആർക്കെങ്കിലും മോഷൻ സിക്നെസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വോമിറ്റ് ചെയ്യുകയാണെങ്കിലുള്ള ബാഗ് വരെ അതിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റേഷനിലെത്തി കേട്ടോ. ഇതാണ് ഫസ്റ്റ് സ്റ്റേഷൻ. ഓരോ സ്റ്റേഷനും ഓരോ പേരുണ്ട്. ഇവർ ഫ്രാൻസിലെ ഓരോരോ സ്ഥലങ്ങളുടെ പേരാണ് കേട്ടോ ഓരോ സ്റ്റേഷനും ഇട്ടിട്ടുള്ളത്. ഈ ഫസ്റ്റ് സ്റ്റേഷനിലെത്തി കഴിഞ്ഞാൽ നമ്മളൊരു സൈഡിൽ കൂടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡൻ ബ്രിഡ്ജ് കാണാൻ പറ്റും. ഇതാണ് ഗോൾഡൻ ബ്രിഡ്ജ്. നല്ല സ്വർണ്ണ നിറത്തിൽ പെയിൻറ്റൊക്കെ ചെയ്ത് നല്ല കേർഡായിട്ട് വളഞ്ഞിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. 2 കൈകളെ ഇതിനിങ്ങനെ താങ്ങി നിർത്തുന്നതാണ്. നമ്മൾ വിയറ്റ്നാം എന്ന് പറഞ്ഞിട്ടുള്ള എന്ത് പിക്ചർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ അടിച്ച് നോക്കിയാലൊക്കെ നമുക്ക് ഈ ബ്രിഡ്ജാണ് ഫസ്റ്റ് കാണുക. ഇതാണ് അതിൻ്റെ ഒരു ഐക്കണായിട്ട്, വിയറ്റ്നാമിൻ്റെ ഒരു ഐക്കണായിട്ട് എല്ലാവരും കാണിക്കുന്ന ഒരു പിക്ചറാണ് ഇത്. ഈ 2 കൈകൾ ഈ ബ്രിഡ്ജിനെ താങ്ങി പിടിക്കുന്നത്. ഇതാണ് ഗോൾഡൻ ബ്രിഡ്ജ് കേട്ടോ. അതിൻ്റെ താഴെ നല്ല ഭംഗിയുള്ളൊരു ഗാർഡൻ നമുക്കിങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് എല്ലാവരും പല പോസിലും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. വീക്കെൻഡ്സിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ശനി ഞായറൊക്കെ വന്നു കഴിഞ്ഞാൽ, ഞങ്ങൾ പോയത് വീക്കെൻഡൊന്നും അല്ല, ഒരു ചൊവ്വാഴ്ചയായിരുന്നു. എന്നിട്ടും അത്യാവശ്യം തിരക്കുണ്ട്. എന്നാലും നമുക്ക് ഫോട്ടോസ് എടുക്കാനൊക്കെ ഉള്ളൊരു ഗ്യാപ്പൊക്കെ കിട്ടി. ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൂടി നമ്മളിങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ ഗാർഡനിലെത്താം കേട്ടോ. ഇത് കണ്ടോ, അതിൻ്റെ വിരലുകളൊക്കെ ഇങ്ങനെ വിരലുകളുടെ മുന്നിൽ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം. അങ്ങനെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഭയങ്കര നല്ല വ്യൂ ആണ്. കുറേ മലനിരക്കുകളും മഞ്ഞ് മൂടി കിടക്കുന്ന മലകളൊക്കെ കാണാൻ പറ്റും. ദൂരേക്കുള്ള വ്യൂ നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കണ്ടോ, ഇത് ഭംഗിയാണ്. നമ്മളിങ്ങനെ നന്നായി ക്യാമറ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ കേബിൾ കാറുകൾ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി പോകുന്നതും ബാക്കിലെ മലനിരക്കുകളും നല്ല മഞ്ഞും ഫോഗും ഒക്കെ ഇങ്ങനെ മൂടി കിടക്കുന്നതും അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഫുള്ള് പച്ച നിറത്തിലുള്ള മരങ്ങളും
ഒക്കെ കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മുടെ ഗോൾഡൻ ബ്രിഡ്ജും. പിന്നെ അവിടെ ബ്രിഡ്ജിൻ്റെ മുകളിൽ നമുക്ക് പല പല നാഷണാലിറ്റീസിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും കേട്ടോ. കുറേ യൂറോപ്യൻസും അമേരിക്കൻസും കുറേ ചൈനക്കാർ, കൊറിയക്കാർ, പിന്നെ കുറേ മിഡിൽ ഈസ്റ്റേർ, ഇന്ത്യൻസ്, അങ്ങനെ മൾട്ടിപ്പിൾ നാഷണാലിറ്റീസ് വിയറ്റ്നാമിൽ എപ്പോഴുള്ള വിസിറ്റേഴ്സാണ്. പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ്. നമ്മളൊരു ഗ്രൂപ്പ് ടൂറ് ബുക്ക് ചെയ്യുമ്പോഴും ഒരു ബസ് ബുക്ക് ചെയ്യുമ്പോഴൊക്കെ തന്നെ പല 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 നാട്ടിൽ നിന്നുള്ള ആൾക്കാരായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാനും സംസാരിക്കാനും ഒക്കെയുള്ള അവസരം കിട്ടുന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. ഈ വിയറ്റ്നാമും തായ്ലൻഡൊക്കെ അങ്ങനെയാണ്. എല്ലാ നാട്ടുകാരും എല്ലാ കോണ്ടിനെൻറ്റ്സിൽ നിന്നുള്ള ആൾക്കാരെയും നമുക്ക് ഒരുമിച്ച് ഒരു ഗാർഡനിലൊക്കെ വെച്ച് കാണാൻ പറ്റും. പിന്നെ കാണുന്നത് ഒരു ഗാർഡനാണ് കേട്ടോ. ആ ഗാർഡനിൽ ഇങ്ങനെ ബോഡി പാർട്സ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തേക്കുക. ഒരു കൈ, 2 കാല്, തല ഒക്കെ ഇങ്ങനെ വെട്ടി വെട്ടി വെച്ചേക്കുക സ്റ്റോണ് കൊണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി കുറേ ഗാർഡനും. പിന്നെ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കൂടി നമ്മളിങ്ങനെ ഇറങ്ങിപ്പോയാൽ അവർക്ക് അവിടെ ഒരു ക്ലിനിക്കൊക്കെ ഉണ്ട്. എന്തെങ്കിലും എമർജൻസി വന്നിട്ടുണ്ടെങ്കിലുള്ള ക്ലിനിക്കുണ്ട്. അങ്ങനെ പിന്നെ അവരുടെ കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ പിക്ചേഴ്സും വിയറ്റ്നാമിൻ്റെ കുറേ പിക്ചേഴ്സും ഒരു എമർജൻസി ബട്ടണും ഒക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു സ്നാക്സൊക്കെ ഉള്ള ഒരു ഏരിയയിലെത്തും. അത്യാവശ്യം വേണ്ട ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഗാർഡനാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഗാർഡനാണ്. നല്ല ഭംഗിയുള്ള ഭരണികളിൽ ഇങ്ങനെ നിറയെ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഒക്കെ കട്ട് ചെയ്ത് നല്ല റൗണ്ട് ഷേപ്പിലാക്കി നല്ല ബ്യൂട്ടിഫുള്ളാക്കി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മഞ്ഞയും വെള്ളയും പിങ്കും ഒക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കുറേ ഫ്ലവേഴ്സൊക്കെ കാണാൻ പറ്റി കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഗാർഡൻ ഉണ്ട്. കുറേ പച്ചപ്പാണ്. പിന്നെ അതിൻ്റെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങാനൊരു സ്ഥലമുണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വിയറ്റ്നാമീസ് ഏൻഷ്യൻ ഹൗസ് എന്നാണ് അവർ ബോർഡ് വെച്ചേക്കണത്. വിയറ്റ്നാമിലുണ്ടായിരുന്ന പണ്ടത്തെ രീതിയിലുള്ള വീട്, ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീട് പോലെ ഉണ്ട്. അതിൻ്റെ മുന്നിൽ കുറേ കാട് പിടിച്ച ചെടികളും ജനാലും വാതിലൊക്കെ തകർന്ന് പൊടിഞ്ഞ പോലെ. ഒരു പക്ഷേ പണ്ടത്തെ യുദ്ധത്തിലൊക്കെ തകർന്ന വല്ല വീടിൻ്റെയും ഒരു സ്മാരകം പോലെ അവർ കീപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ ഗാർഡൻ്റെ നടുക്ക് ഇവർ കീപ്പ് ചെയ്തിട്ടുണ്ട് വിയറ്റ്നാമീസ് ഏൻഷ്യൻ ഹൗസ് എന്ന് പറഞ്ഞിട്ട്. ഒരു കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയ പഴയ മോഡൽ വീട്. ഫുള്ള് പകുതി തകർന്ന നിലയിലാണ്. പണ്ട് യുദ്ധമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഒരുപാട് വീടുകളൊക്കെ തകർന്നു പോയിട്ടുണ്ടല്ലോ. അതിൻ്റെയൊക്കെ ഒരു സ്മാരകമായിട്ട് കീപ്പ് ചെയ്തതാണെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ ഗാർഡനിലേക്കുള്ള നല്ല ഭംഗിയുള്ളൊരു വഴിയാണ്. മുകളിലിങ്ങനെ മഞ്ഞയും നീലിയൊക്കെ ഇങ്ങനെ പെയിൻ്റ് അടിച്ച് ഇങ്ങനെ നിരനിരയായി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടാണത്. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു സ്പിരിച്വൽ ഗാർഡൻ എന്ന് പറഞ്ഞൊരു ഗാർഡനിലേക്കുള്ള ഒരു എൻട്രിയാണ് കേട്ടോ. ഇതാണ് ബാക്കിൽ നമുക്ക് ഫ്രഞ്ച് വില്ലേജ് കാണുന്നുണ്ട്. സൺ വേൾഡ് എന്ന് പറഞ്ഞൊരു തീം പാർക്കും ഒരു ഫ്രഞ്ച് വില്ലേജൊക്കെ നമുക്ക് അടുത്ത ലെവലിൽ കാണാൻ പറ്റും. കേബിൾ കാറിൽ കയറി അടുത്ത ലെവലിലേക്ക് പോയാൽ. ഇവിടെ ഫുള്ള് സ്നാക്സ് ഉള്ള ഏരിയയാണ് കേട്ടോ. കുറേ ഐസ്ക്രീംസ് ഉണ്ട്, ജ്യൂസസ് ഉണ്ട്. ഇത് കണ്ടോ, ആ റോളിങ് ഐസ്ക്രീമൊക്കെയാണ്. ഐസിൻ്റെ മുകളിൽ ഇങ്ങനെ ഷീറ്റാക്കി ഇങ്ങനെ ഒരിടിച്ചിടിച്ചിടിച്ച് പരത്തിയിട്ട് ഏത് ഫ്ലേവർ വേണമെങ്കിലും ഉണ്ട് കേട്ടോ. ഒക്കെ നല്ല റേറ്റാണ്. 60,000 ഡോങ് ഒക്കെയാണ് എല്ലാത്തിനും വില. 60,000 ഡോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മളെ ഒരു 200 റുപ്പീസൊക്കെ റേറ്റ് വരും. 200 250 ഒക്കെ അത്രയാണ് ഉള്ളത്. ചെറിയൊരു ഐസ്ക്രീം 1 സിംഗിൾ സ്കൂപ്പിനൊക്കെ തന്നെ. ഡബിൾ സ്കൂപ്പായി കഴിഞ്ഞാൽ ഒരു 90,000 ഡോങ് ഒക്കെ ഉണ്ട്. അതായത് 400 റുപ്പീസൊക്കെ വരും. അങ്ങനെ നമ്മുടെ ആ ഗാർഡൻ പിന്നെ പച്ചപ്പ് നിറഞ്ഞ ഫുള്ള് 2 സൈഡിലും വലിയ പച്ച കളറുള്ള മരങ്ങൾ നിറയെ ഉണ്ട് കേട്ടോ. പിന്നെ വീണ്ടും ഒരു അടിപൊളി ഗാർഡനാണ് കേട്ടോ. പിന്നെ കുറേ കൊട്ടകളിൽ ഇങ്ങനെ ഭംഗിയിൽ പൂക്കൾ, എന്ത് ഭംഗിയായിട്ട് അവരിതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണമെന്ന് വിചാരിക്കും നമ്മൾ. ഫുള്ളിങ്ങനെ മരത്തിൻ്റെ കൊട്ടകളിൽ നിറയെ പൂക്കളുമാണ്. കുറച്ച് പൂക്കളില്ലാത്ത കുറേ ഗ്രീൻ ആയിട്ടുള്ള ബുഷുകളും ഉണ്ട്. നല്ല ഭംഗിയിൽ ഫുള്ള് ഒരേ കളർ പൂക്കളായിട്ടുള്ള കുറേ പൂക്കളുള്ള കുറേ കൊട്ടകളും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയുള്ള കുറേ പൂക്കൾ. ഇത് ഹൈഡ്രാഞ്ചിയാണ്. ഒരു വയലറ്റും ഇളം വയലറ്റും വൈറ്റും കളറുള്ള ഹൈഡ്രാഞ്ചി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവാറുള്ളതാണ് സാധാരണ. ഇത് കണ്ട ഒരു റാബിറ്റ് അമ്മേനെയും കുഞ്ഞിനെയും പൂക്കൾ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടേക്കാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെറിയൊരു മുട്ട് പോലത്തെ ഇതും വെച്ചിട്ടുണ്ട്. അങ്ങനെ ലേ ജാർഡിൻ എന്ന് പറഞ്ഞാണ് ആ ഗാർഡൻ്റെ ഒരു പേരൊക്കെ എഴുതി വെച്ചേക്കണം. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ പൂക്കളും ഉള്ളൊരു ഗാർഡനാണിത്. കുറേ ബൊഗെയിൻ വില്ലകളുണ്ട് സൈഡിൽ. പിന്നെ വേറെ കുറേ കളേർഡായിട്ടുള്ള ഒരുപാട് ഫ്ലവേഴ്സും ഉള്ള ഗാർഡനാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ സൈഡിലേക്ക് നമുക്ക് കുറച്ചും കൂടി കയറി കഴിഞ്ഞാൽ ഒരു വൈൻ സെല്ലാർ ഷോപ്പ് കാണാൻ പറ്റും. സിൻസ് 1924 ആയിട്ട് അവർ വൈന് ഉണ്ടാക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും ഇതിൻ്റെ ഉള്ളിലൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട്, ഇതിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല ഭംഗിയാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് അതൊരു ഗുഹ പോലത്തെ ഒരു വഴിയാണ്. ആ ഗുഹയിൽ കൂടെയൊക്കെ പോയാലാണ് പണ്ട് കാലത്ത് വീഞ്ഞുണ്ടാക്കിയിരുന്ന ഭരണികളും ഇതൊക്കെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ കയറി. ഇങ്ങനെ ഒരു ഗുഹയിലേക്ക് കയറുന്ന പോലെയാണ് കേട്ടോ അതിൻ്റെ എൻട്രി. കുറേ ഭരണികൾ വഴിയിലൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ വീഞ്ഞ് ഭരണികൾ, പഴയ കാലത്ത് വീഞ്ഞുണ്ടാക്കിയിരുന്ന കുറേ വീഞ്ഞ് ഭരണികളും. ഇത് കാണുമ്പോൾ നമുക്ക് ഏതോ ഒരു കൊള്ളസംഘത്തിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നടന്നു പോകുന്ന പോലെയുള്ളൊരു ഫീലിംഗാണ് ഉണ്ടാവുക. ചെറിയൊരു പേടിയൊക്കെ തോന്നും. ഇങ്ങനെ കൊള്ളക്കാരൊക്കെ കൂടെ കുറേ ഭരണികളിൽ, പണ്ടത്തെ ആലിബാബയും 40 കള്ളന്മാരും എന്നൊക്കെ പറയുന്ന പോലെ കുറേ ഭരണികളൊക്കെ ഇങ്ങനെ അവിടെയും ഇവിടെയും മറച്ചിട്ടിട്ട് ഒരു ഭീകരാന്തരീക്ഷം അവർ സൃഷ്ടിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ വഴികളിലൂടെയും കുറേ ഇടവഴികളിലൂടെയൊക്കെ പതുക്കെ നടന്നു പോകാനുള്ള, ജസ്റ്റ് നടക്കാനുള്ള ഒരു വഴിയേ ഉള്ളൂ. അങ്ങനെ ഇടവഴികളിലൂടെയൊക്കെ കുറേ നടന്നു പോകുമ്പോൾ അവസാനം എത്തുന്നത് ഇവരുടെ വൈൻ ഷോപ്പിലാണ്.
അങ്ങനെ വൈന് വേണ്ടവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വൈൻ കഴിക്കാം, അല്ലാത്തവർക്ക് കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് പോരുകയും ചെയ്യാം. പിന്നെ ഒരു സൈഡിൽ കുറേ ബാർബിക്യൂവും ചിക്കൻ ഗ്രില്ലും അതൊക്കെ ഉണ്ട്. എല്ലാ ഗ്രില്ലുകളും പോർക്കും ചിക്കനും അങ്ങനെ പലതും ഉണ്ട്. ഗ്രില്ലിങ്ങും ബാർബിക്യൂ ഒക്കെ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അത് വേണ്ടവർക്ക് അത് ഓർഡർ ചെയ്യാം, കഴിക്കാം. അങ്ങനെ അതൊക്കെ ഒന്ന് കണ്ട് അതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഒക്കെ ഒന്ന് കവർ ചെയ്ത് നമ്മൾ പോന്നു കേട്ടോ. അതാണ് ഈ പഴയ എന്ന് പറഞ്ഞിട്ടുള്ള വൈൻ സെല്ലാർ ഷോപ്പ്. ഇതാണ് ബാർബിക്യൂവിൻ്റെ ഏരിയ. എല്ലാം ഇങ്ങനെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തൂക്കി വെച്ചേക്കാണ്. അത് വേണ്ടവർക്ക് അതൊക്കെ ഓർഡർ ചെയ്യാം. ഇവിടുത്തെ ടേബിളുകൾ വരെ ആ ഭരണിയുടെ ഷേപ്പിലാണ് ടേബിളും സ്റ്റൂളും ഒക്കെ. പിന്നെ അടുത്തത് വേറൊരു ഗാർഡനിലേക്കാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക. അത് നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ. ഒരു പെൺകുട്ടി ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന, ഒരു സിൻഡ്രല്ലയുടെ പോലെ ഡാൻസ് കളിക്കുന്ന ഒരു ഗേളിനെയൊക്കെ പൂവുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്പിരിച്വൽ ഗാർഡൻ. ബുദ്ധൻ്റെ വലിയൊരു പ്രതിമയുണ്ട്. പിന്നെ മെഡിറ്റേഷന് വേണ്ടിയുള്ള കുറേ സ്റ്റെപ്സും മെഡിറ്റേഷന് വേണ്ടിയുള്ള കുറേ തൂണുകളും അതിൻ്റെ ഇടയിൽ കൂടി കുറേ പൂക്കളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പിരിച്വൽ ഗാർഡൻ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെയും നല്ല ഭംഗിയുള്ള കുറേ കളേർഡായിട്ടുള്ള പൂക്കൾ ഇങ്ങനെ നല്ല ഭംഗിക്ക് വെട്ടി നിർത്തിയിട്ടുണ്ട്. ഒരു വീടിൻ്റെ മോഡലും ഒരു മതിലിൻ്റെ മോഡലും ഒക്കെ ആയിട്ട് കുറേ കട്ട് ചെയ്ത പൂക്കളുണ്ട്. ഇത്രയധികം പൂക്കൾ ഇങ്ങനെ ഇവിടെ ഉണ്ടാവണമെന്ന് വിചാരിക്കും. പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ കുറേ ചെസ് ബോർഡ്, നമ്മൾ ചില സ്ഥലത്തൊക്കെ കാണാറുണ്ടല്ലോ വലിയ ചെസ് ബോർഡ്, അങ്ങനെ ചെസ് ബോർഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. മാർബിളുണ്ട്. പിന്നെ ചെറിയൊരു വാട്ടർഫോളും അതിൻ്റെ ചുറ്റും ഗാർഡനും പൂക്കളും ഒക്കെ ഉണ്ട്. ഇത് നല്ല ഭംഗിയുള്ളൊരു പീക്കോക്ക് കേട്ടോ. ഒരു പീക്കോക്കിൻ്റെ ചിറകും ഒക്കെ പല പല കളറുള്ള പൂക്കളും കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയേക്കാണ്. അങ്ങനെ ആ ഏരിയ ഒക്കെ കഴിഞ്ഞ് നല്ല ഭംഗിയുള്ള ആ ഏരിയയും ഗാർഡനും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അടുത്ത കേബിൾ കാറിൻ്റെ സ്റ്റേഷനിലേക്ക് പോവാം. പിന്നെ നമുക്കിനി പോകാനുള്ളത് സൺ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള തീം പാർക്കിലേക്കാണ് കേട്ടോ. ഇതാണ് ആ സ്പിരിച്വൽ ഗാർഡനിലുള്ള ബുദ്ധയുടെ ഫ്രണ്ട് സൈഡ്. അതിൻ്റെ സൈഡിലായിട്ടൊരു വലിയ ഡ്രാഗണും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ സീക്രഡ് ആയിട്ടുള്ള ഈ ആനിമലാണല്ലോ ഡ്രാഗൺ, ബുദ്ധിസ്റ്റുകളുടെയും വിയറ്റ്നാമീസുകാരുടെയൊക്കെ. പിന്നെ ഒരു ചെറിയ പഗോഡയുണ്ട് അതിൻ്റെ സൈഡിലായിട്ട്. എല്ലാ പഗോഡകളുടെ ഫ്രണ്ടിലും നിറയെ ഓറഞ്ച് ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്ന ഒരു ചെറിയ ഒരു മിനിയേച്ചർ ഓറഞ്ച് കേട്ടോ. നമ്മുടെ നാട്ടിലെ ബുഷ് ഓറഞ്ച് അല്ല, നമ്മുടെ ബുഷ് ഓറഞ്ച് കുറച്ചും കൂടി ചെറുതാണ്. ഇത് നല്ല മധുരമുണ്ട്, കുറച്ചും കൂടി സൈസും ഉണ്ട്, നല്ല ഓറഞ്ച് കളറും ഉണ്ട്. അങ്ങനെ എല്ലാ പഗോഡകളുടെ മുന്നിലും ഇവർ ഈ ഓറഞ്ച് മരം കുഴിച്ചിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഈ സീക്രഡ് ആയിട്ടുള്ള ഫീനിക്സും ടേർട്ടിലും ഡ്രാഗണും അതിൻ്റെയൊക്കെ പ്രതിമകളും കാണാം. കുറേ ബോൺസായി മരങ്ങളും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കുറേ ബോൺസായി മരങ്ങളും ഒരുവിധം എല്ലാ ടെമ്പിൾസിൻ്റെ മുന്നിലും ഇതുണ്ട്. പിന്നെ കുറേ പൂക്കളുള്ള കുറേ ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഈ പഗോഡയുടെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ മതിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ വ്യൂ ആണ്. മലനിരക്കുകളും മഞ്ഞും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ കുറേ ഡ്രാഗണിൻ്റെ പ്രതിമകൾ, എല്ലായിടത്തും കുറേ ഡ്രാഗണിൻ്റെ പ്രതിമകളുണ്ട് കണ്ടോ. താഴേക്കുള്ള വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. മഞ്ഞും മലയും മലനിരക്കുകളും ഒക്കെ കാണാൻ പറ്റും. ഇത് നല്ലൊരു ഫോട്ടോ പോയിൻ്റാണ് കേട്ടോ. ഈ ഒരു ഫ്രെയിമിൻ്റെ മുന്നിൽ നമ്മൾ നിന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ബാക്കിൽ ആ മലനിരകളും മഞ്ഞും ഒക്കെ കാണും. എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞങ്ങളും ഫോട്ടോ എടുത്തു. പിന്നെ ബുദ്ധൻ്റെ ഫ്രണ്ടിലും, ബുദ്ധൻ്റെ സ്പിരിച്വൽ ഗാർഡൻ്റെ ഫ്രണ്ടിൽ, ബുദ്ധൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് എടുക്കാം. അതിൻ്റെ സൈഡിലായിട്ട് കണ്ടോ നമ്മുടെ സാധാരണ ടയർ ഉണ്ടല്ലോ, കേട് വന്ന ടയർ കൊണ്ട് അവർ കുറേ ചെയറും ടേബിളും ഒക്കെ ടയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊരു നല്ല ഐഡിയ ആണല്ലേ. ശരിക്കും കേട് വന്ന ടയർ എത്ര ഭംഗിയിൽ പെയിൻറ്റ് ചെയ്ത് നല്ലൊരു ഫർണിച്ചർ സെറ്റ് തന്നെ അവരുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ബുദ്ധൻ്റെയൊക്കെ ചുറ്റും ഒന്ന് ഫുള്ള് കറങ്ങി കണ്ട് ആ പക്കോടയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ കേബിൾ കാർ സ്റ്റേഷനിലേക്ക് നടന്നു. അങ്ങനെ ഞങ്ങൾ ലെവൽ 2 കേബിൾ കാറിലേക്ക് കയറി കേട്ടോ. ഇനി അടുത്ത ലെവലിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ലെവൽ 1 എത്തിയിരുന്നത്. ഇനി നമ്മൾ ലെവൽ 2 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സൺ വേൾഡ് എന്ന് പറഞ്ഞാൽ തീം പാർക്കും ഫ്രഞ്ച് വില്ലേജ് ഉണ്ട്, പിന്നെ ഒരു ഫാൻറ്റസി പാർക്കുണ്ട്, ഇതൊക്കെ കാണാം കേട്ടോ. ശരിക്കും 2 റോളർ കോസ്റ്ററൊക്കെ ഉണ്ട് ഈ സൺ വേൾഡിൽ. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് 2 മെയിൻ്റനൻസ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് റോളർ കോസ്റ്ററിലൊന്നും കയറാൻ പറ്റിയില്ല. ഇതുണ്ട്, ഇതിൽ പോകുമ്പോൾ നല്ല വ്യൂ ആണ്. ഫ്രഞ്ച് വില്ലേജാണ് ബാക്കി കാണുന്നത്. പിന്നെ കുറേ പച്ച നിറത്തിലുള്ള കാടും മലയും കുറേ പാറക്കെട്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കേബിൾ കാറുകളും ഒക്കെ കാണാമായിരുന്നു. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അങ്ങനെ ഈ വ്യൂ ഒക്കെ ഫുൾ എൻജോയ് ചെയ്തുകൊണ്ട് കുറച്ച് കൂടുതൽ സമയമുണ്ട് ഈ സെക്കൻഡ് ലെവലിലുള്ള കേബിൾ കാർ. ഫസ്റ്റ് ലെവലിൽ നമ്മൾ വേഗം എത്തി. സെക്കൻഡ് ലെവലിൽ നമ്മളൊരു കുറേ സമയം എടുത്തിട്ടാണ് നമ്മൾ അടുത്ത ലെവലിലെത്തിയത്. കണ്ടോ ഫ്രഞ്ച് വില്ലേജൊക്കെ ഫുള്ള് ഫ്രഞ്ച് ആർക്കിടെക്ചറിൽ ഉണ്ടാക്കിയ ബിൽഡിങ്സ്, ആ പഴയ മഞ്ഞ കളറുള്ള ഫ്രാൻസിലും പാരീസിലും ഒക്കെ നമ്മൾ പോകുമ്പോൾ കാണുന്ന അതേ ലെവലിലുള്ള ബിൽഡിങ്സൊക്കെയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുള്ളി അവരുണ്ടാക്കി വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ ലെവൽ 2 എത്തി കേട്ടോ. ലെവൽ 2 ഒരു സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷനിൽ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട സ്നാക്സും സോവനിയേഴ്സും ഒക്കെ കിട്ടും. ജ്യൂസുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. പിന്നെ എൻട്രി തന്നെ ഒരു വലിയൊരു പവർ റേഞ്ചേഴ്സിൻ്റെ പോലത്തെ പ്രതിമയൊക്കെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ മസാജ് ചെയ്യേഴ്സ് ഉണ്ട്. നടന്ന് കാലൊക്കെ കുഴങ്ങി ക്ഷീണിച്ച ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ ഒരു അരമണിക്കൂർ മസാജ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. കാല് മസാജും ബോഡി മസാജും ഒക്കെ ഉണ്ട്. പിന്നെ ഫസ്റ്റ് നമുക്ക് സൈഡിലൊരു വാക്സ് മ്യൂസിയം കാണാം കേട്ടോ. അത് പെയ്ഡാണ്, ഇതിൽ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് അല്ല. വാക്സ് മ്യൂസിയം മുമ്പ് കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു വാക്സ് മ്യൂസിയം കയറി കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു 3 ലെവലുണ്ട് ഈ സൺ വേൾഡിന്. ഫസ്റ്റ് നമ്മൾ എസ്കലേറ്ററിൽ താഴത്തെ ഫസ്റ്റ് ലെവൽ 1 ഇറങ്ങണം. അവിടെയാണ് നമുക്ക് ഈ സ്ട്രൈക്കിംഗ് കാർ ഉള്ളത്. ഒരു സൈഡിൽ സ്ട്രൈക്കിംഗ് കാർ കാണാൻ പറ്റും. അതിനൊക്കെ അത്യാവശ്യം ഒരു ചെറിയ ക്യൂ ഉണ്ട്.
ഒരു അരമണിക്കൂറൊക്കെ ക്യൂ നിൽക്കേണ്ടി വരും. എന്നാലും നമ്മൾ ക്യൂ നിന്ന് ആദ്യം തന്നെ സ്ട്രൈക്കിംഗ് കാറൊക്കെ ഒന്ന് ഓടിച്ചു. അത് കഴിഞ്ഞ് മറ്റേ സൈഡിൽ നോക്കുമ്പോൾ ഇവർ വിയറ്റ്നാമുകാരുടെ ട്രഡീഷണലായിട്ടുള്ള ഡാൻസൊക്കെ ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റേജാണ് കേട്ടോ. ആ സ്റ്റേജിൽ ഇവരുടെ കുറേ ട്രഡീഷണൽ ഡാൻസുകളുണ്ട്. അങ്ങനെ കുറേ ആർട്ട് ഫോമുകൾ, കുറേ പാവകളിയൊക്കെ പോലത്തെ കളികളും ഇങ്ങനത്തെ കുറേ സുമോ ഗുസ്തികളുടെ പോലത്തെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു, കുറേ പ്രോഗ്രാംസൊക്കെ. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് എല്ലാവർക്കും വേണമെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് കാണാം. കുറേ ആൾക്കാർ അതിരുന്ന് കാണുന്നുണ്ടായിരുന്നു. ഞങ്ങളൊരു 10 മിനിറ്റൊക്കെ ഇരുന്ന് കണ്ട് പിന്നെ അടുത്ത പരിപാടികളിലേക്ക് നടന്നു. ഇത് പിന്നെ നമ്മളിങ്ങനെ ഈ ഇതുണ്ടാവില്ലേ ഓരോ ഗെയിം, ഈ റിങ് എറിയുക. ഈ കുപ്പിയുടെ മുകളിൽ കറക്റ്റായിട്ട് റിങ് വീഴുകയാണെങ്കിൽ മുകളിൽ തൂക്കിയിട്ടേക്കണ ബണ്ണീനെ കിട്ടും. വലിയ ടോയാണ്. നമ്മളവിടെയൊക്കെ ചെറിയൊരു ടോയല്ലേ ഗിഫ്റ്റായിട്ട് കിട്ടുക. 1-2 പേർക്കൊക്കെ കിട്ടിയിട്ടോ. നല്ല വലിയ ബണ്ണിയായിരുന്നു. അപ്പോൾ ഏതായാലും അതൊന്ന് ട്രൈ ചെയ്തു. ഒരു 50,000 ഡോങ് കൊടുത്തു കഴിഞ്ഞാൽ 7 റിങ് കിട്ടും. 50,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 180 റുപ്പീസ്. ആ റിങ് കറക്റ്റായിട്ട് വീഴുകയാണെങ്കിൽ ആ ബണ്ണീനെ കിട്ടും. നമുക്ക് കിട്ടിയതൊന്നുമില്ല. പിന്നെ ഇതൊരു കോഴിയുടെ ഷോ കണ്ടോ. ബാക്കിലിങ്ങനെ കൈയിട്ടിട്ട് ഇവർ ഒരു പാവകളിയും ഇവരുടെ പപ്പർ ഷോയൊക്കെ ഉള്ള പോലെ ഇങ്ങനെ ഈ ഇതിനെ കൊണ്ട്, ഈ കോഴിയുടെ രൂപത്തിനെ കൊണ്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യിപ്പിക്കുകയാണ് ഉള്ളിൽ കൈയിട്ടിട്ട്. ഒരു പപ്പർ ഷോൻ്റെ വേറൊരു രൂപം. ഇവിടുത്തെ പപ്പർ ഷോ അല്ലെങ്കിലും ഈ വിയറ്റ്നാമിലെ പപ്പർ ഷോ ഭയങ്കര ഫേമസ് ആണല്ലോ, വാട്ടർ പപ്പർ ഷോ ഒക്കെ. ഇത് അതുപോലെ വാട്ടറൊന്നുമല്ല, കൈയിട്ടിട്ട് ഈ 2 കോഴികളെ കൊണ്ടുള്ള ഒരു ഡാൻസ് ഷോ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് സ്ട്രൈക്കിംഗ് കാറ്. അങ്ങനെ സ്ട്രൈക്കിംഗ് കാറും ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ താഴേക്ക് നടന്നു. അപ്പോൾ അതിൻ്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രഞ്ച് വില്ലേജ് കാണാൻ പറ്റും. ഫ്രഞ്ച് വില്ലേജ് കണ്ടോ, ഫുള്ള് ശരിക്കും നമുക്ക് യൂറോപ്പിൽ പോയ ഒരു പ്രതീതിയാണ്, ഫ്രാൻസിലൊക്കെ പോയൊരു പ്രതീതിയാണ്. ഇങ്ങനെ കുറേ മഞ്ഞ കളറുള്ള ബിൽഡിങ്ങുകൾ. ഈ സൈഡിൽ ഫുള്ള് ജപ്പാൻ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. ജപ്പാനിലുള്ള പോലത്തെ കുറേ ലാൻഡേൺസും അങ്ങനത്തെ കുറേ കളർഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ്സും കുറേ ഇങ്ങനത്തെ തോരണങ്ങളൊക്കെ തൂക്കി ഇരിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. ഇതാണ് ഈ ഫ്രഞ്ച് ഏരിയ, ഫ്രഞ്ച് വില്ലേജ്. ഫുൾ ഫ്രാൻസിലുള്ള പോലത്തെ, നമ്മൾ ഫ്രാൻസിൽ പോയതാണെന്ന് വിചാരിക്കും നമ്മൾ കാണുമ്പോൾ. അങ്ങനത്തെ സ്നാക്ക് ഷോപ്പുകളും എല്ലാം അതും അതെ. അവിടുത്തെ ബിൽഡിങ്സ്, ബാൽക്കണികളിൽ ഇങ്ങനെ ചെടികളും പൂക്കളൊക്കെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ എപ്പോഴും പാരീസിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ അവിടുത്തെ പോലത്തെ ഗാർഡനും എല്ലാം അവിടുത്തെ ഒരു രീതിയിൽ കാണുമ്പോൾ ശരിക്കും അവിടെ യൂറോപ്പിൽ എത്തിയ ഒരു ഫീല് നമുക്ക് കിട്ടും. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ ഫ്രഞ്ച് വില്ലേജാണ് പിന്നെ ആ ലെവലിലുള്ളത്. പിന്നെ കുറേ ഗാർഡനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ സ്നാക്ക് ഷോപ്പുകളും ഫുഡ് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇങ്ങനത്തെ സ്നാക്ക് ഷോപ്പിലൊക്കെ കയറുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അവിടെ ബുഫേ ലഞ്ച് ഉണ്ട്. അടിപൊളിയായിട്ടുള്ള ഇൻ്റർനാഷണൽ ബുഫേ ലഞ്ച്. നമുക്ക് 350K, അതായത് 350,000 വിയറ്റ്നാം ഡോങ്, നമ്മുടെ ഒരു 1,200 രൂപ വരും. പക്ഷേ അൺലിമിറ്റഡ് ആണ്, അടിപൊളി ബുഫയാണ്. അതെടുക്കുകയാണ് എപ്പോഴും ലാഭം. ബാക്കി ഒരു 2-3 സാധനം നമ്മൾ പുറത്തുനിന്ന് അല്ലാണ്ട് വാങ്ങിക്കഴിയുമ്പോൾ ഒരു 2 ബർഗർ ഒരു ജ്യൂസും വാങ്ങിയാൽ തന്നെ ആ കാശാവും. അതുകൊണ്ട് ആ ബുഫേ എടുക്കുന്നതാണ് എപ്പോഴും ലാഭം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്ത ലെവലിലേക്ക് മറ്റേ നമ്മളെ എസ്കലേറ്ററിൽ കയറി. അപ്പോൾ നമുക്കിത് ഇങ്ങനൊരു റൈഡ് കേട്ടോ, നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മളിവിടെ ചില എക്സിബിഷൻസിലൊക്കെ കാണാം. പിന്നെ ഇങ്ങനെ കറങ്ങുന്നൊരു റൈഡ്. ഇതൊക്കെ നല്ല റൈഡുകളായിരുന്നു. എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്തു ഏതായാലും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 3D 4D ഷോ ഉണ്ടായിരുന്നു. പിന്നെ ഒരു V2 സെൻറ്റർ ഓഫ് എർത്ത് എന്ന് പറഞ്ഞ റൈഡ് ഉണ്ടായിരുന്നു. റൈഡുകളുടെ ഉള്ളിലൊന്നും ഫോണ് അലൗഡ് ആയിരുന്നില്ല. ഒക്കെ ഫോണൊക്കെ പുറത്ത് വെച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉള്ളിൽ നിന്ന് നമ്മൾ വീഡിയോസ് എടുത്തിട്ടില്ല. കയ്യിലൊന്നും കീപ്പ് ചെയ്യുക, അതൊക്കെ ലോക്കറിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ഓരോ റൈഡിൻ്റെ എൻട്രിയിൽ ലോക്കർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ ലോക്കറിൽ കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ റൈഡിൽ കയറുക. അതുകൊണ്ട് റൈഡിൻ്റെ അകത്തെ വീഡിയോസൊന്നുമില്ല. പിന്നെ ഇത് കണ്ടോ, ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെ വേണമെങ്കിൽ 1 hour 2 hour ഒക്കെ ഇതിനുള്ളിൽ വെച്ചാൽ അവർ നോക്കാനൊക്കെ ആളുണ്ട്. അവർക്ക് പറ്റിയ ചെറിയ റൈഡ്സും സ്ലൈഡുകളും കേർഡായിട്ടുള്ള സ്ലൈഡുകളും ഒക്കെ ഉണ്ട്. അതുപോലെ ഒരു അഡ്വഞ്ചർ ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടികൾക്ക് ഇങ്ങനത്തെ കുതിരയും ഒരു 5 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അവർ ഫുള്ള് ഡാൻസും പാട്ടൊക്കെ പാടി നല്ല എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ആളുകളിലും ഉണ്ടാകുന്ന പോലെ കുറേ കോയിൻ ഇട്ടിട്ടുള്ള കമ്പ്യൂട്ടർ ഗെയിംസ് ഉണ്ടല്ലോ. കുറേ കാർ റേസിങ്, ബൈക്ക് റേസിങ്, അങ്ങനത്തെയൊക്കെ കുറേ ഈ ക്യാച്ചിങ്ങും ഫിഷ് ക്യാച്ചിങ്ങും അങ്ങനത്തെയൊക്കെ സാധാരണ നമ്മളെ മാളുകളിലൊക്കെ ഉണ്ടാവുന്ന പോലത്തെ ഗെയിമിൻ്റെ ഒരു ഏരിയയാണ് കേട്ടോ. അതിഷ്ടമുള്ള കുട്ടികൾ അതുകൊണ്ട് കമ്പ്യൂട്ടർ ഗെയിംസ് കുറേ ഉണ്ട്. അങ്ങനെ ആ ഒരു ഏരിയ ഫുള്ള് അങ്ങനത്തെ ഗെയിംസ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കാണാൻ നല്ല കളർഫുള്ളാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഫുള്ളിങ്ങനെ നമുക്കും അതെ, വലിയവർക്കും കുട്ടികളുടെ മനസ്സുള്ള വലിയവർക്കും ഒക്കെ കേട്ടോ. ഫുള്ളിങ്ങനെ കറങ്ങി നടക്കുമ്പോൾ തന്നെ ഫുൾ കളർഫുള്ളായിട്ടുള്ള ഏരിയ. പിന്നെ നമ്മൾ 3D 4D ഷോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കയറി കണ്ടു. അതൊന്നും ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ ഏരിയയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ കൂടി ഇങ്ങനെ ഫുൾ ഡെക്കറേറ്റഡ് ആണ്. കളർ ബൾബുകളും ലൈറ്റഡും ഫുൾ ലൈറ്റഡുമാണ്. കാണാനൊക്കെ നല്ല ഭംഗിയാട്ടോ. റൈഡിൽ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഇറങ്ങുമ്പോൾ കരയണ കേൾക്കാനൊരു രസമാണ്. അങ്ങനെ അതൊക്കെ കണ്ട് ഫുള്ള് കറങ്ങി നടന്നു. പിന്നെയുള്ളതൊരു 360 ഡിഗ്രി സിനിമയായിരുന്നു കേട്ടോ. ഈ 360 സിനിമ നല്ല അടിപൊളിയായിരുന്നു. 3D ആയിട്ട് നമ്മളിങ്ങനെ നടുക്കിരിക്കുക ഒരു റൂമിൻ്റെ ഉള്ളിൽ. എന്നിട്ടിങ്ങനെ ഫുള്ളും ചുറ്റും നമ്മുടെ ചുറ്റുമായിട്ട് ഇങ്ങനെ പലതും സ്ക്രീനിൽ വന്നിട്ട് നമ്മളിങ്ങനെ പേടിക്കുന്ന ഷോയും ഉണ്ടായിരുന്നു. പിന്നെ ആ ലിറ്റിൽ
ഡൈനോൻ്റെ ഷോയും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേ ടു സെൻറ്റർ ഓഫ് എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈഡായിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ട്, നല്ല അടിപൊളി റൈഡായിരുന്നു. ഗണ്ണൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത് പോയിൻറ്റ്സൊക്കെ കൂടുന്ന ഓരോ അറ്റാക്കേഴ്സ് വരുമ്പോൾ അവരെ എല്ലാവരും ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യുക. അങ്ങനെ ഏറ്റവും അധികം പോയിൻ്റ് അവസാനം കിട്ടിയത് ആ സ്ക്രീനിൽ കാണിക്കും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു റൈഡാണ്. ഇതാണ് റൈഡ് കേട്ടോ, അഡ്വഞ്ചർ വേ ടു സെൻറ്റർ ഓഫ് എർത്ത് എന്നും പറഞ്ഞിട്ടുള്ള ഒരു റൈഡ്. അങ്ങനെ എല്ലാ റൈഡുകളും ട്രൈ ചെയ്തു. ഇതൊക്കെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമ്മൾ ബുഫേ ലഞ്ചിന് പോയിട്ടോ. 350,000 വിയറ്റ്നാം ഡോങ്ങാണ്. ഒരു എസ്കലേറ്ററിൽ കയറിയിട്ട് വേണം പോകാൻ. അടിപൊളി ബുഫേ ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അധികം ടൈം ഉണ്ടായില്ല. ഒരുപാട് സീ ഫുഡും ചിക്കണും കുറേ ഗ്രിൽഡ് ഐറ്റംസും കുറേ വിയറ്റ്നാമീസും ഇംഗ്ലീഷും പിന്നെ നമ്മളെ സാലഡ്സും ഇന്ത്യൻ ഫുഡും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് പിന്നെ ആ ജാപ്പനീസ് ഏരിയ ഫുള്ള് ലാൻറ്റേൺസും ആ ഭംഗിയുള്ള ഇതൊക്കെ തൂക്കിയ മാലകളൊക്കെ തൂക്കിയ ഏരിയ കൂടെയൊക്കെ കുറച്ച് നടന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രഞ്ച് വില്ലേജും കേബിൾ കാറാണത് കണ്ടോ. കേബിൾ കാറുകൾ പോണതൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കാണാം. ആ ലെവൽ 2 കേബിൾ കാറുകളൊക്കെ ഇങ്ങനെ ഫുള്ള് പോകുന്നത് കാണാം. അങ്ങനെ എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും കേബിൾ കാറിൽ തന്നെ കയറി. കേബിൾ കാറിൽ കയറിയിട്ടാണ് നമുക്ക് എക്സിറ്റ് ഉള്ളൂ. എക്സിറ്റിലേക്ക് എത്തുന്നത് കേബിൾ കാറിലേക്ക് എത്തിയിട്ടാണ് കേട്ടോ. നമ്മൾ ആദ്യം കയറിപ്പോയ കേബിൾ കാർ ഉണ്ടല്ലോ, അതിൽ തന്നെ ഇറങ്ങി നമ്മൾ തിരിച്ച് വന്ന് നമ്മൾ കാർ സ്റ്റേഷനിലേക്ക് നടന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ബാന ഹിൽസ് എല്ലാവർക്കും ഒരു കണ്ട ഫീൽ ഉണ്ടായെങ്കിൽ ഞാൻ ഹാപ്പിയായി. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.